നിവേദനം കൊടുക്കാനുള്ള അധികാരമുള്ളൂ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ആനാട് ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി വയോജനങ്ങൾക്ക് മാത്രമായി ആയുഷ് വയോജന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സംഘടിപ്പിച്ചത് ചുള്ളിമാനൂർ ഉദയ ഗ്രന്ഥശാലയിൽ വെച്ച് ആനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീകല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിലെ പൂക്കടയിൽ മോഷണം. ചന്തപ്പുര സിഗ്നൽ ജംഗ്ഷന് സമീപം റോഡരികിൽ പ്രവർത്തിക്കുന്ന കെ ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. കടയിൽ മറ്റൊരിടത്ത് സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് താഴെ തുറന്നാണ് പണം കവർന്നത്. പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 1000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ഉടമ നൌഷാദ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എഴുത്തുകാരനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കേരള ചരിത്രം, കേരളോൽപ്പത്തി അടക്കം നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തൃശൂർ ഏങ്ങണ്ടിയൂർ സ്വദേശിയാണ് വേലായുധൻ പണിക്കശ്ശേരി. മുംബൈ മുൻ സിറ്റി പോലീസ് മേധാവി സഞ്ജയ് പാണ്ഡെ കോൺഗ്രസിൽ ചേർന്നു. 2022 കാലയളവിലാണ് സഞ്ജയ് പാണ്ഡെ മുംബൈ പോലീസ് മേധാവിയായത്. നവംബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഞ്ജയ് പാണ്ഡെ മത്സരിക്കും. കർണാടകയിലെ ഹൂസൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലേക്ക് വന്ന SKS ട്രാവൽസിന്റെ AC സൂപ്പർ ബസ്സാണ് മറിഞ്ഞത്. നിയന്ത്രണം വിട്ട ബസ് കുത്തനെ മറിയുകയായിരുന്നു. പാലക്കാട് വിളയോടിൽ പാലുമായി എത്തിയ ടാങ്കർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് സുരക്ഷാ ജീവനക്കാരൻ മരിച്ചു. മരിച്ചത് കല്യാണപ്പേട്ട സ്വദേശി ഗോപിനാഥൻ. റോഡിലേക്ക് തെറിച്ചു വീണ ഗോപിനാഥന്റെ ശരീരത്തിലൂടെ ടാങ്കറിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി. ചിറ്റൂരിലെ സ്വകാര്യ ബാങ്കിലെ സുരക്ഷാ ജീവനക്കാരനായ ഗോപിനാഥൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ADGP അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ചുമതല തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 SP ജോൺ